Hello students, welcome to Easy Concept. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സെമിസ്റ്ററിലെ തിയററ്റിക്കൽ ആൻഡ് ഇൻഓർഗാനിക് കെമിസ്ട്രിയാണ്. ഓക്കെ, കോർ കോഴ്സാണ്. പിന്നെ തിയററ്റിക്കൽ ആൻഡ് ഇൻഓർഗാനിക് കെമിസ്ട്രിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സെക്ഷൻ എ, ബി, സി ആണ് 3 സെക്ഷനാണുള്ളത്. സെക്ഷൻ എയിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ടോട്ടലി 12 മാർക്സ് ഉണ്ടാവും. സീലിംഗ് എന്ന് പറഞ്ഞാൽ 24 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഡിസ്കസ് ചെയ്യാം. ഹൗ ഡസ് ഇൻഫറൻഷ്യൽ അപ്രോച്ച് ഡിഫറെൻറ്റ് ഫ്രം എക്സ്പെരിമെൻ്റൽ അപ്രോച്ച് ഇൻ റിസർച്ച്? ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആട്ടെ പറയുന്നത്. ഇൻഫറൻഷ്യൽ അപ്രോച്ച് മീൻ a survey research where the sample of population is studied to determine its characteristics and it is then inferred that the population has the same characteristics. അതായത് ഇൻഫറൻഷ്യൽ അപ്രോച്ച് പറഞ്ഞാൽ ഒരു പോപ്പുലേഷന് കേസ് എടുത്തിട്ട് അവരെ സർവേ നോക്കിയിട്ട് അവരെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക. അത് എന്നിട്ട് ടോട്ടൽ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ആയിട്ട് ഇൻഫേർഡ് ചെയ്യുക. അതിന് പറയുന്ന പേരാണ് ഇൻഫറൻഷ്യൽ അപ്രോച്ച് മീനിങ്. എക്സ്പെരിമെൻ്റൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സ്റ്റഡി ദാറ്റ് റിജിഡ്ലി ഫോളോ സയൻറ്റിഫിക് റിസർച്ച് ഡിസൈൻസ്. ഓക്കെ, എക്സ്പെരിമെൻ്റൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അത് സയൻറ്റിഫിക് റിസർച്ച് ഡിസൈനാണ്. ഇറ്റ് ഇൻവോൾവ്സ് ടെസ്റ്റിങ്സ് ടു പ്രൂവ് ഹൈപ്പോത്തിസിസ് ബൈ വേ ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ. എക്സ്പെരിമെൻ്റ് വഴി നമ്മൾ പിന്നെ അതിനൊരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കും. ഓക്കെ, second question, list out the major international publishers in chemical science. അതിന് ആൻസർ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ മേജർ പബ്ലിഷേഴ്സ് ഇൻ കെമിക്കൽ സയൻസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കെമിക്കൽ പബ്ലിഷേഴ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, കെമിക്കൽ അബ്സ്ട്രാക്ട് സർവീസ്, ഹാർഡ്വുഡ് അക്കാഡമിക് പബ്ലിഷേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻറ്റിഫിക് ഇൻഫോർമേഷൻ, ISI, ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് ക്രിസ്റ്റലോഗ്രഫി. ഓക്കെ, then third question, what is PPE? What are the general content in it? PPE നമ്മൾ PPE കിറ്റില്ലേ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. PPE എന്ന് പറഞ്ഞാൽ PPE മീൻസ് അതിൻ്റെ ഫുൾ ഫോമാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഗ്ലൗസ്, ഗൗൺസ്, ഷൂ കവേഴ്സ്, ഹെഡ് കവേഴ്സ്, മാസ്ക്, ഫേസ് ഷീൽഡ് ആൻഡ് ഗൂഗിൾസ്. ഓക്കെ, ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യന് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മീൻ ആൻഡ് മീഡിയൻ. Answer, mean is the average value of a given data and median is the middle value when the data set is arranged in ascending or descending order. Okay, or descending order. Okay, fifth question, what are the major limitations of Hsab principle? അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 338 പേജിലുണ്ട് ലിമിറ്റേഷൻസ് ഓഫ് HSAB പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട്. 2 limitations of HSAB principle are mentioned below. Occurrence of a reaction contrary to the prediction from HSAB principle. Okay, some of the reactions are found to occur in a manner contrary to the predicted by the Hsab principle. Okay, Hsab principle പ്രഡിക്റ്റതിന് വിപരീതമായിട്ട് ചില റിയാക്ഷൻ ഒക്കർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എക്സാമ്പിളാണ് ഈ റിയാക്ഷൻസ്. ഓക്കെ, ഇത് ജസ്റ്റ് വായിച്ച് നോക്കുക. ജസ്റ്റ് കുറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് ഇങ്ങനെ പോകുന്നത് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിലുള്ള കാര്യമാണ്. പിന്നെ അൺപ്രഡിക്റ്റബിലിറ്റി, സെക്കൻഡ് ലിമിറ്റേഷൻ അൺപ്രഡിക്റ്റബിലിറ്റി അബൌട്ട് ദ ഫീസിബിലിറ്റി ഓഫ് സെർട്ടൈൻ കോമ്പിനേഷൻസ്. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ, കമ്പയർ ദ റിലേറ്റീവ് ബേസിക് ക്യാരക്ടർ ഓഫ് ആൽക്കലൈൻ മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ്. ഓക്കെ, ദെൻ hydroxides of alkaline metal and alkaline earth metal form basic hydroxides. Okay, the basicity of alkaline metal oxide is higher than that of alkaline earth metal oxides due to lower ionization enthalpy of alkaline metal. Okay, seventh question, why is Borazine named as inorganic benzene? So inorganic benzene ഫോർമുല ഇതാണ്, B3H6N3. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബെൻസീൻ്റെ അതേ മോഡലുള്ള സ്ട്രക്ചറാണ്. ഓക്കെ, അവിടെ നമ്മൾ
C6H6 എന്നാണ് പറഞ്ഞത്. ഇവിടെ D3N3H6. ഓക്കെ, ഇത് ഈ സെയിം സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ ബെൻസീൻ്റെതും വരുന്ന സ്ട്രക്ചർ. സോ രണ്ടാളും ഐസോ സ്ട്രക്ചറലാണ്. സോ ദ കോമ്പൗണ്ട് ഈസ് ഈ ബൊറാസിൻ എന്നത് the compound is isoelectronic and isostructural with benzene, so it is called inorganic benzene. Eighth question, draw the structure of AlCl3 and substantiate its acidic character എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ AlCl3ൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചറാണ് AlCl3. അപ്പോൾ ഇതിൻ്റെ acidic character substantiate ചെയ്യാൻ പറയുന്നുണ്ട്. AlCl3 നമുക്ക് Al3+ ആണ്, Cl എന്നുള്ളത് മൈനസാണ്. അപ്പോൾ ഇവിടെ 3 ഇലക്ട്രോൺസിൻ്റെ കുറവുണ്ട് അല്ലേ. അപ്പോൾ ഇവർ എന്ത് കാണിക്കും, ഓരോ 3 Clൻ്റെ അടുത്ത് നിന്ന് ഇവിടെ ഒന്ന് കൂടുതലാണ്, അവർ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ദേ അക്സെപ്റ്റ് ഇലക്ട്രോൺ പെയർ, അതുകൊണ്ട് ഇതൊരു ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നു. ഹൗ ഈസ് ദ ഇലക്ട്രോനെഗറ്റിവിറ്റി അസസ്ഡ് ബൈ ദ പോളിംഗ് സ്കെയിൽ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ മഞ്ജുഷിൻ്റെ ടെക്സ്റ്റ് ആയിട്ടാണ് ഞാൻ ഫോളോ ചെയ്യണേ. 170 എന്നുള്ള പേജ് നമ്പറിൽ ഉണ്ട്. എന്താണ് പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി പറയുന്നുണ്ട്. പോളിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താ പറയുന്നുണ്ട്, ഡിഫൈൻഡ് ആസ് ദ tendency of a bonded atom in a molecule to attract the shared pair of electrons towards itself. അതിൻ്റെ ഡെഫിനിഷനാണ്. ഓക്കെ, പിന്നെ ഈ പോളിംഗ് സ്കെയിൽ എന്തിൻ്റെ ബേസിലാണെന്ന് പറയുന്നത്, പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ബേസ്ഡ് ഓൺ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് ബോണ്ട്സ്. ഓക്കെ, പിന്നെയുള്ളത് പിന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇഫ് AB represents the energy of the AB bond while A എന്നാണ് AA ബോണ്ടിൻ്റെത്, BB ആണ് BB ബോണ്ടിൻ്റെ എനർജി. അങ്ങനെയെങ്കിൽ ഈ AB is almost always greater than the geometrical mean of EAA and EBB, and the difference EAB is called ionic resonance energy. ഓക്കെ, അപ്പോൾ EAB ഇതെന്ന് പറഞ്ഞാൽ അയോണിക് റെസൊണൻസ് എനർജി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആൾവേസ് ഗ്രേറ്റർ എന്ന് പറയുന്നുണ്ട് നമ്മൾ ജോമെട്രിക്കൽ മീൻ. ഓക്കെ, ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ദ ജോമെട്രിക്കൽ, ഇവരുടെ ജോമെട്രി മീനിനെക്കാട്ടിലും എളുപ്പവും കൂടുതലായിരിക്കും EAB എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ജോമെട്രിക്കൽ മീൻ /2 അത് ചെയ്യുമ്പോൾ നമുക്ക് റെസൊണൻസ് എനർജി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും പിന്നെ എങ്ങനെ ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടെത്താന്നുണ്ട്. അപ്പോൾ ദ സ്ക്വയർ റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് റെസൊണൻസ് എനർജി ഈസ് മെഷർ ഓഫ് പാർഷ്യൽ അയോണിക് ക്യാരക്ടേഴ്സ് ഓഫ് AB ബോണ്ട് ആൻഡ് ഹെൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്. ഓക്കെ, ഇത് വെച്ചിട്ട് ഈ 4 കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക അതിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ദാറ്റ് when page number 345 ആട്ടോ, when an alpha particle is emitted in an radioactive change, the new element formed lies in a group 2 placed to the left of the parent element in the periodic table. When a beta particle is emitted, new element formed lies in the group 1 placed to the right of the parent element. അത് മനസ്സിലായില്ലേ? ആൽഫ എമിഷനും ബീറ്റ എമിഷനും ഒക്കെ നോക്കുക, പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 12th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ ഡു റേഡിയോ ആക്റ്റീവ് ട്രേസസ് ഹെൽപ്പ് ടു സ്റ്റഡി ദ റിയാക്ഷൻ മെക്കാനിസം ഓഫ് എസ്റ്റർ ഹൈഡ്രോളിസിസം. നമ്മൾ ന്യൂക്ലിയർ കെമിസ്ട്രിയിലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. 374 ആണ് പേജ് നമ്പറും. അതിൽ യൂസ് ഓഫ് ട്രേസസ് ഇൻ സ്റ്റഡി ഓഫ് റിയാക്ഷൻ മെക്കാനിസത്തിൽ ഫസ്റ്റ് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നതാണ് എസ്റ്റർ ഹൈഡ്രോളിസിസ് റിയാക്ഷൻ. ഈ കേസിൽ ഈ 2 റിയാക്റ്റൻറ്റും കൂടി ചേർന്നിട്ട് ഈ വാട്ടറും ഈ എസ്റ്ററും ചേർന്നിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ആസിഡും ആൽക്കഹോളും ഉണ്ടാവുന്നത് കാണാൻ പറ്റും. ഓക്കെ, പ്രൊഡക്റ്റായിട്ട് ആസിഡും ആൽക്കഹോളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കണ്ടെത്തുന്നതെന്ന് വെച്ചാൽ ഈ വാട്ടറിൽ നിന്ന് പോകുന്ന ഈ OH ശരിക്കും ഈ ആസിഡിലാണോ അതോ ആൽക്കഹോളിലാണോ എത്തുന്നതെന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ
ഈ ഓക്സിജൻ ഫോർ ദ പർപ്പസ് ഓക്സിജൻ ഓഫ് വാട്ട് ഈസ് ടാഗ്ഡ് വിത്ത് O18 വിച്ച് ഈസ് നോൺ റേഡിയോ ആക്റ്റീവ്. അപ്പോൾ നമ്മൾ വാട്ടറിലുള്ള ഈ ഓയ്ക്ക് O18 മാർക്ക് ചെയ്ത് വിച്ച് ഈസ് നോൺ റേഡിയോ ആക്റ്റീവ് ആണ്. അപ്പം മാസ് സ്പെക്ട്രോമെട്രിക് എക്സാമിനേഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഇതിൽ ഷോ ചെയ്തത് ഈ O18 എന്നുള്ളത് ഈസ് പ്രസൻറ്റ് ഇൻ ദ ആസിഡ്. അത് ആസിഡ്ക്കാണ് പോണത്, ആ OH പോണത്. ആൻഡ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ആൽക്കഹോൾ. ദിസ് ഷോസ് OH group of the reactant water that appears in the product acid and H of the water appears in the product alcohol. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ നോൺ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള O18 മാർക്ക് ചെയ്തിട്ട് നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് മാസ് സ്പെക്ട്രോമെട്രിക് എക്സാമിനേഷനിൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ആസിഡിലാണ് ഈ OH വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇവരൊരു ട്രേസേഴ്സായി ഇങ്ങനെ റിയാക്ഷൻ മെക്കാനിസത്തിൽ ഒരു ട്രേസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ, അതിൻ്റെ ഒരു മെക്കാനിസമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിപ്പോൾ പറഞ്ഞു തന്നു. ഓക്കെ, ഇവിടുന്ന് ഇതാണ് മെക്കാനിസം. അപ്പോൾ അത് എഴുതി കൊടുക്കുക. ഈ എക്സാമ്പിളൊക്കെ മസ്റ്റായിട്ട് എഴുതണം കേട്ടോ. പിന്നെ ഇതാ ലാസ്റ്റ് ഇതിലാണെന്ന് കാണിക്കുന്നില്ലേ, അങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ ഹൈപ്പോത്തസിസ് എക്സ്പെരിമെൻറ്റ് തിയറി റൂട്ട് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്. ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. പേജ് നമ്പർ 10-ലുണ്ട് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് സയൻറ്റിഫിക് മെത്തേഡ് എന്താണെന്ന് കൊടുക്കുക. പിന്നെ അവിടെ ഹൈപ്പോത്തസിസിനെ കുറിച്ചും എക്സ്പെരിമെൻറ്റിൻ്റെ തിയറിനെ കുറിച്ച് പറയണം. അപ്പോൾ ജസ്റ്റ് ഒബ്സർവേഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുക, ചെറുതായിട്ട് കൊടുത്താൽ മതി, അല്ലാതെ ഉൾപ്പെടുത്തണ്ടേ. പിന്നെ ഉള്ളത് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്, ഇത് തേർഡാണ്. പോസിങ് എ ക്വസ്റ്റ്യന്, ഇതിനെക്കുറിച്ചൊക്കെ എഴുതുക. അപ്പോൾ ആ പേജ് നമ്പർ 10 അവിടെ അത് നോക്കുക സയൻറ്റിഫിക് മെത്തേഡിൽ. എന്നിട്ട് ഇത് ഹൈപ്പോത്തസിസ് എക്സ്പെരിമെൻറ്റ് റൂട്ട് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ദെൻ 14th ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് നോർമാലിറ്റി molarity of sulfuric acid solution prepared by dissolving 13.3 milliliter of sulfuric acid in 500 milliliter water. പിന്നെ specific gravity of concentrated sulfuric acid is about 1.8 gram per milliliter. ഇത് നമ്മൾ അനാലിറ്റിക്കൽ കെമിസ്ട്രിത്തെ ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ആ പാർട്ടിൽ വരുന്നത് നോർമാലിറ്റിയും മൊളാരിറ്റിയൊക്കെ കാണാനുള്ള ഇക്വേഷൻസ് ഇതാണ്. പേജ് നമ്പർ 88. മൊളാരിറ്റി കാണാനുള്ളത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അതുപോലെ തന്നെ നോർമാലിറ്റിൻ്റെ ഇക്വേഷൻ നമ്പർ ഓഫ് ഗ്രാം ഈക്വലൻ്റ് ഓഫ് ദ സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. പിന്നെ അതിനപ്പുറത്ത് കുറേ എക്സാമ്പിൾസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ 15th ക്വസ്റ്റ്യൻ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അയോഡോമെട്രിക് ആൻഡ് അയോഡിമെട്രിക് ടൈട്രേഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഇത് നമ്മളെ പെർമാംഗനോമെട്രി ഡൈക്രോമെട്രി ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് അയോഡോമെട്രി. അത് നമ്മൾ അനാലിറ്റിക്കൽ കെമിസ്ട്രിയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. അത് രണ്ടും ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. ഓക്കെ, പിന്നുള്ളത് ഡിസ്കസ് ദ ലെക്സ് ഫ്ലഡ് ആൻഡ് യുസനോവിച്ച് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഇത് നമ്മളെ ലാസ്റ്റ് ചാപ്റ്ററാണ്. ലാസ്റ്റ് ചാപ്റ്ററിൽ ലൂയിസ് കൺസെപ്റ്റ് അങ്ങനെ കുറേ കൺസെപ്റ്റുകൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ കൺസെപ്റ്റിൽ ലാസ്റ്റ് ലെക്സ് ഫ്ലഡും ഉസനോവിച്ച് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് പറയുന്നുണ്ട് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ നമുക്ക് കുറേ മാറും. അപ്പോൾ ഇങ്ങനെ ഒരു കോൾ എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ലൂയിസ് കൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ്, പിന്നെ ഉസനോവിച്ച് കൺസെപ്റ്റ്, ലെക്സ് ഫ്ലഡ് കൺസെപ്റ്റ് ആണ് ജസ്റ്റ് ഫസ്റ്റ് കോളത്തിൽ കൊടുക്കുക. എന്നിട്ട് ഓൾ ആസിഡിൻ്റെ കൺസെപ്റ്റ് എന്താണ് ഇതിൽ കോളത്ത് കൊടുക്കുക, ബേസിൻ്റെ കൺസെപ്റ്റ് എന്താണ് അടുത്ത കോളത്ത് കൊടുക്കുക, പിന്നെ അടുത്ത കോളത്തിൽ എക്സാമ്പിൾ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ അങ്ങനത്തെ 6 ഉണ്ട്, 6 കൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ ഈ 6 നിങ്ങൾ അങ്ങനെ കോളിട്ടിങ്ങാണ്ട് പഠിച്ചാൽ ആ ചാപ്റ്ററിൽ അതേ മെയിൻ പറയുന്നുള്ളൂ. അപ്പോൾ അത് പഠിച്ചാൽ തന്നെ പിന്നെ നിങ്ങൾക്കത് മാറില്ല. മറ്റേത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോവുകയാണെങ്കിൽ എന്തായാലും അത് കൺഫ്യൂഷൻ ആവും, അങ്ങനെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ. ഓക്കെ, ദെൻ ഡിസ്ക്രൈബ് ദ പ്രിപ്പറേഷൻ ഓഫ് ഡൈബൊറൈൻ ആൻഡ് B2H6 ആണ് ഡൈബൊറൈൻ. എക്സ്പ്ലെയിൻ ഇറ്റ് സ്ട്രക്ചർ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ പറയണം, സ്ട്രക്ചർ പറയണം,
അത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ റൈറ്റ് എ നോട്ട് ഓൺ കാർബൺ ഡേറ്റിങ്ങിനെ കുറിച്ച് അത് നമ്മളെ ന്യൂക്ലിയർ കെമിസ്ട്രിയത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ കാർബൺ ഡേറ്റിങ്ങിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഉള്ളത് ഡിഫൈൻ അയണൈസേഷൻ എനർജി ആൻഡ് ഇലക്ട്രോൺ അഫിനിറ്റി ആൻഡ് കമൻറ്റ് ഓൺ ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ട്രെൻഡ്സ്. ഇത് നമ്മളെ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിലുള്ളതാണ്, പീരിയോഡിക് എലമെൻറ്റ്സിൽ അതിലുള്ളതാണ് അയണൈസേഷൻ എനർജി ആൻഡ് ഇലക്ട്രോൺ അഫിനിറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് പിന്നെ പീരീഡ് വൈസ് വെർട്ടിക്കലും ആൻഡ് ഹൊറിസോണ്ടൽ ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ പീരീഡ് വൈസും ഗ്രൂപ്പ് വൈസും ഗ്രൂപ്പായിട്ടുള്ളത് നമ്മൾ ഹൊറിസോണ്ടൽ പറയും. ഇപ്പോൾ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായിട്ടുള്ള കൂടാണോ കുറയാന്നുള്ള അത് കൊടുക്കുക. ഓക്കെ. പിന്നെ ഉള്ളത് 20th ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സെക്ഷൻ സി ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ റൈറ്റ് ആൻ എസ്സേ ഓൺ ദ സേഫ് ലബോറട്ടറി പ്രാക്ടീസ് ആൻഡ് സിമ്പിൾ ഫസ്റ്റ് എയ്ഡ്സ് വിച്ച് ക്യാൻ ബി ഫോളോഡ് ഇൻ അണ്ടർ ഗ്രാജുവേറ്റ് കെമിസ്ട്രി ലാബോറട്ടറി. അപ്പോൾ ആ കേസിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത് ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ്സും കാര്യങ്ങളൊക്കെ, ഒരു വുണ്ടായാൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എന്താ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ്സുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് 11 മാർക്കിനാണ്. അപ്പോൾ ഏകദേശം 2 പേജൊക്കെ എഴുതേണ്ടി വരും, നല്ലോണം എഴുതണം. ഓക്കെ. പിന്നെ ഉള്ളത് എക്സ്പ്ലെയിൻ ദ ഗ്യാഷ്യസ് ഡിഫ്യൂഷൻ മെത്തേഡ് ആൻഡ് തെർമൽ ഡിഫ്യൂഷൻ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് ഐസോട്ടോപ്പ്. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ദ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. അപ്പോൾ ഇതിൽ 21-ൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, എ പാർട്ടുണ്ട് ബി പാർട്ടുണ്ട്. ഫസ്റ്റ് മെത്തേഡ് എ പാർട്ട് എന്ന് പറഞ്ഞാൽ ഗ്യാഷ്യസ് ഡിഫ്യൂഷൻ മെത്തേഡും തെർമൽ ഡിഫ്യൂഷൻ മെത്തേഡും പിന്നെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഐസോട്ടോപ്പ് സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലെ ന്യൂക്ലിയർ കെമിസ്ട്രിത്തെ ക്വസ്റ്റ്യൻ ആണ്. 367 ആണ് പേജ് നമ്പറും. അതിൽ പറയുന്നുണ്ട് സെപ്പറേഷൻ ഓഫ് ഐസോട്ടോപ്സ് ബൈ ഡിഫ്യൂഷൻ മെത്തേഡ് പറയുന്നുണ്ട്. അതിൽ ഗ്യാഷ്യസ് ഡിഫ്യൂഷൻ മെത്തേഡ് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ഫിഗറും വരയ്ക്കുക. കാരണം 11 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫിഗറും കൊടുക്കുക. പിന്നെ ഉള്ളത് തെർമൽ ഡിഫ്യൂഷൻ മെത്തേഡാണ്. അപ്പോൾ തെർമൽ ഡിഫ്യൂഷൻ മെത്തേഡിൻ്റെ ഇതും എക്സ്പ്ലെയിൻ ചെയ്യുക, ഫിഗറും എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ. ഇത് ജസ്റ്റ് വായിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന സിമ്പിൾ ലാംഗ്വേജസിൽ മനസ്സിലാക്കി എഴുതാൻ നോക്കുക. ഓക്കെ. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ പറഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ 243 കേട്ടോ. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് ദെയർ സ്ട്രക്ചേഴ്സ്. ഓക്കെ. അങ്ങനെ കേട്ടോ. യു ഗോട്ട് ഇറ്റ്. അപ്പോൾ നമ്മളെ ഇപ്പോൾ കഴിഞ്ഞ 2022 ഇപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ തിയററ്റിക്കൽ ആൻഡ് ഇൻഓർഗാനിക് കെമിസ്ട്രിത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഫുൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് തന്നെ പോവുക, ജസ്റ്റ് നോക്കിയിട്ട് പോവുക. എന്നാൽ നിങ്ങൾക്കത് ചിലത് സെയിം റിപ്പീറ്റഡ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഇതിനായിട്ട് റിലേറ്റഡ് ആയിട്ട് വരും. എങ്ങനെയായാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയണം. ഓക്കെ. അപ്പോൾ ആൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള പിന്നെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ ഫ്രണ്ട്സാക്കൊക്കെ. എന്തായാലും ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഈസി കൺസെപ്റ്റ്. സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സെമിസ്റ്റർ കോംപ്ലിമെൻ്ററി ഫിസിക്സ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് തെർമോഡൈനാമിക്സ്. ഓക്കെ. ഫസ്റ്റ് സെക്ഷൻ എയിൽ സീലിംഗ് 24 ആണ്. 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 3 മാർക്സ്. ഓക്കെ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് വാട്ട് ഡു യു മീൻ ബൈ ടേം പോയ്സൺസ് റേഷ്യോ ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് limiting values. Second question, what do you mean by uniform bending? How can you achieve uniform bending in a beam? Third question, compare the couple required for the twist in a hollow and a solid cylinder. Repeated question ആണ്. What are the two forces? Fourth question, what are the two forces that govern the shape of a liquid? Why a large dropper assumed flat shape? Then fifth question, write down the Newton's law of viscous flow of liquid. Explain the terms involved. Then sixth question,
What is Brownian motion? Seventh question, write down the expression for an isothermal and an adiabatic process. Eighth question, what do you mean by quasi-static process? Ninth question, explain the first law of thermodynamics. Then 10th question, what do you mean by the coefficient of performance of a refrigerator? Then 11th question, entropy of an irreversible always increases. Why? Then 12th question, what is the effect of pressure on boiling point of a liquid? Given an example where it is applicable. So in section B ആണ്. Section A നമ്മൾ പറഞ്ഞു. Section B full problems അധികം majority problems ആട്ടോ വന്നിട്ടുള്ളത്. അതിൽ 13th question, a wire of radius 1 millimeter is bent to a circle of radius 20 centimeter. Determine the bending moment given the Young's modulus of the material of the wire is 200 GPa. Calculate the depression at the, then 14th question, calculate the depression at the free end. Then 14th question, calculate the depression at the free end of a light beam loaded by 200 kg at its free end. The length, breadth and depth of the beam are 1.2 meter, 3 centimeter and 9 millimeter. Different unit ആണ് സെമി യൂണിറ്റ് ആക്കുക respectively. Given the Young's modulus of the wire of the beam is 1.9 into 10⁻11 Newton per meter square. Then 15th question, calculate the work done in twisting a wire through an angle theta assuming the couple per unit twist of a wire is C. Then 16th question, determine the energy released when 8 droplets of water of radius 0.5 millimeter condense to form a single drop. Give the surface tension of a water is 0.072 Newton per meter. Repeated question ആണ്, ഇതും repeated question ആണ്. Okay. Then prove the 17th question, prove any statement of Carnot's theorem. Then 18th question, given the temperature inside and outside the refrigerator are 273, 303 respectively, determine the heat delivered to the surrounding for every joule of work done, assuming the refrigerator cycle to be reversible. Okay. The 19th question, calculate the change of entropy when 2 kg of water at its boiling point is converted into steam at the same temperature. Given the specific latent heat of steam is 226 into 10⁻⁴ joule per kilogram. അപ്പോൾ ഇനി സെക്ഷൻ സി ആണ്. സെക്ഷൻ സിയിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. 11 മാർക്കാണ്. ഓക്കെ. 20th question, obtain an expression for excess pressure inside a liquid drop. Then 21st question, discuss the Carnot cycle using neat PV diagram. Obtain an expression for efficiency. So ഈ കാർനോട്ട് തിയറത്തിന് കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഇതിൽ നമ്മൾ ആ PV ഡയഗ്രാം വരയ്ക്കണം. പിന്നെ ഫുൾ അതിൻ്റെ വർക്ക് ഡണ്ണും എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും വേണം. ഓക്കെ. അപ്പോൾ കാർനോട്ട് സ്റ്റിയറൊക്കെ മസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അത് പഠിക്കുക. പിന്നെ പ്രോബ്ലംസ് ആണ്. ഒന്നെങ്കിൽ ഈ പ്രോബ്ലംസ് എന്തായാലും മസ്റ്റ് നോക്കുക. സെയിം ക്വസ്റ്റ്യന് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അതും നോക്കി വെക്കുക. ഓക്കെ. പ്രോബ്ലംസ് ആണ് മെയിൻ വരാറ് കേട്ടോ. സെക്ഷൻ ബി 5 മാർക്കാണ്. പ്രോബ്ലംസ് അറിയില്ലെങ്കിൽ ഒക്കെ പോവുകയും ചെയ്യും. അപ്പോൾ മാക്സിമം നോക്കാം. ഓക്കെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.